وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا ولو شاء ربك ما فعلوه فذرهم وما يفترون ولتصغى إليه أفئدة الذين لا يؤمنون بالآخرة وليرضوه وليقترفوا ما هم مقترفون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനത്തെ നബിയായി കൊണ്ട് ഈ ലോകത്തേക്ക് നിയോഗിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വളരെ മഹത്തരം, സന്ദേശം അങ്ങേയറ്റം സമുന്നതം. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വലിയൊരു വിഭാഗം ആളുകൾ എതിർക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ജമാഅത്തുൽ മുസ്തഹ്സിഈൻ, പരിഹാസികളുടെ സംഘടന എന്ന പേരിൽ ഒരു സംഘടന തന്നെ രൂപീകരിച്ച് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ദീനിനെയും സംബന്ധിച്ച് നിരന്തരം പരിഹാസങ്ങളും ആരോപണങ്ങളും എതിർപ്പുകളും ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും മാനസികമായി വലിയ ദുഃഖം അനുഭവപ്പെടുമായിരുന്നു. ചിലരെങ്കിലും ഇതിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന ആഗ്രഹവും പുലർത്തിയിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഈ വിഷയത്തെ വളരെ പ്രാധാന്യത്തോടെ വിവരിച്ചിട്ടുണ്ട്. കാരണം ഇത് അന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം പരിമിതമല്ല, കാലാകാലങ്ങളിൽ വരുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയ എന്ന പേരിൽ ഒരു പ്രത്യേക സിദ്ധാന്തം തന്നെ പടച്ചുണ്ടാക്കി മുസ്ലിം ഭീതി പരത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും ഓരോ രീതിയിൽ പാശ്ചാത്യ നാടുകളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത വ്യക്തിത്വത്തെ കരുവാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് മുൻഗാമികളായ മഹത്തുക്കളെ നിന്ദിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു പുതിയൊരു ജിഹാദ് ചില ആളുകളിവിടെ പടച്ചുണ്ടാക്കി. ഇപ്പോൾ ഹലാൽ ജിഹാദ് എന്ന പേരിൽ വേറൊരു ജിഹാദും അവർ പൊക്കിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു.
1921 നടന്നിരുന്ന ഖിലാഫത്ത് പ്രക്ഷോഭം ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ നേതൃത്വം കൊടുക്കുകയും മുഴുവൻ ജനങ്ങളെയും ആ വഴിയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത പ്രക്ഷോഭം, അത് മുസ്ലിം ഭീകരവാദികളുടെ ഭീകര താണ്ഡവമായും അതിൽ ധാരാളം ഹൈന്ദവരെ കൊന്നതായും ധാരാളം ഹൈന്ദവരെ നിർബന്ധിച്ച് മതം മാറ്റിയതായും ഒരു നാണവും മടിയുമില്ലാതെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം എന്ന നിലയിൽ സമുദായത്തിനും കുറെ അസ്വസ്ഥതകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കേട്ടുകൊണ്ടിരുന്ന മതിയോ? എന്താണെങ്കിലും നമ്മൾ ഭീകരവാദിയാക്കിയെങ്കിൽ നമുക്കെല്ലാവർക്കും അങ്ങ് ഭീകരവാദിയായാലെന്ത്? ഇതിനിടയിൽ സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ആരെങ്കിലും പാശ്ചാത്യ നാടുകളെ വെല്ലുവിളിച്ചും അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ വർഗീയവാദികളെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ചും രൂക്ഷമായി തീപ്പൊരി പ്രഭാഷണങ്ങൾ വല്ലതും നടത്തിയാൽ നമ്മൾ അതെന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ച് കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് ഇന്നത്തെയോ ഇന്നലത്തെയോ വിഷയമല്ല. ഈ സമുദായത്തിന്റെ യാത്ര ആരംഭിച്ച അന്ന് മുതലുള്ള കാര്യമാണ്. ഈ സമുദായം എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം മാത്രമല്ല, ലോകത്തെ നബിമാരുടെ സമുദായം, സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സമൂഹം നിലവിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങളും അപരാധങ്ങളും അപവാദങ്ങളും. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ. സൂറത്തുൽ അൻആം. അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് നാം മനുഷ്യരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും പിശാചുക്കളെ ശത്രുവാക്കിയതുപോലെ എല്ലാ നബിമാർക്കും കുറേ പൈശാചിക ശത്രുക്കളെ നാം തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ട്. പിശാചിന്റെ തുടക്കം ഭൂതത്തിൽ നിന്നാണ്. പക്ഷെ അള്ളാഹു പറയുന്നു, മനുഷ്യരിൽ നിന്നും കുറെ പിശാചുക്കളെ നബിമാരുടെ ശത്രുവായി നാം എല്ലാ കാലഘട്ടത്തിലും കൊടുക്കാറുണ്ട്. മനുഷ്യ പിശാചുക്കളാണ് ഭൂത പിശാചുക്കളെ പലപ്പോഴും കവച്ചു വെക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ടാണ് ആദ്യം മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ എന്ന് പറഞ്ഞ് രണ്ടാമത് ഭൂതങ്ങളിൽപ്പെട്ട പിശാചുക്കളെ പറഞ്ഞിരിക്കുന്നത്. അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിൻ. ഇവരുടെ ജോലി എന്താണ്? യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. അവർ പരസ്പരം അലങ്കാര വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരുത്തൻ ടിവിയുടെ പിന്നിലിരുന്നു കൊണ്ട്, ഒരാൾ രാഷ്ട്രീയ വേദിയിൽ ഇരുന്നു കൊണ്ട്, ഒരാൾ പത്രത്തിന്റെ വരികൾക്കിടയിലൂടെ ഓരോ അലങ്കാര വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. സത്യത്തിന്റെ വിശുദ്ധമായ സംസാരം അത് ഫലിക്കപ്പെടാത്തതുപോലെ അനുഭവപ്പെടുന്നു. എന്നാൽ അപരാധങ്ങളും അപവാദങ്ങളും പറയുന്നവരുടെ വാക്കുകൾ വലിയ പ്രതിഫലനം സൃഷ്ടിക്കുന്നതായി കാണപ്പെടുന്നു. സുഖ്റുഫൽ ഖൗലി ഗുറൂറാ. ജനങ്ങളെ ചതിക്കുന്നതിന് വേണ്ടി, വഞ്ചിക്കുന്നതിന് വേണ്ടി
ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഇഷ്യൂയിൽ നിന്നും ജനങ്ങളെ അടിസ്ഥാനമില്ലാത്ത കുറേ വിഷയങ്ങളിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നമാണ് കർഷകരുടെ വിഷയം, അടിസ്ഥാന പ്രശ്നമാണ് വാഹനത്തിന്റെ ഇന്ധനത്തിന്റെ വിഷയം, അടിസ്ഥാന പ്രശ്നമാണ് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ വലവും വെടവും കറങ്ങി നടക്കുന്ന വിഷയം, ഇവിടുത്തെ അടിസ്ഥാന വിഷയമാണ് രോഗം പടരുന്നു എന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടുത്തെ പത്രക്കാർക്കും രാഷ്ട്രീയക്കാർക്കും നേതാക്കൾക്കുമുള്ള പ്രധാന വിഷയം എന്താണ്? ലവ് ജിഹാദ്, എന്താണ് ഹലാൽ ജിഹാദ്. മലബാർ കലാപത്തിൽ കുറെ ആളുകളെ കൊന്നു അത്രേ, കുറെ ആളുകളെ നിർബന്ധിച്ച് മുസ്ലിമാക്കി അത്രേ. ആരായി പറയുന്നത്? ഇതേ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ, മൂക്കിന്റെ മുമ്പിൽ ഒരു ഇല്ലാത്ത മന്ദിരത്തിന്റെ പേരിൽ, ക്ഷേത്രത്തിന്റെ പേരിൽ ആയിരങ്ങളെ കൊന്നവർ, ജനങ്ങളുടെ കുത്തിന് പിടിച്ച് നിങ്ങൾ നിർബന്ധമായും മതം മാറണമെന്ന് ആക്രോശിക്കുന്നവർ, വലൗ ശാ റബ്ബുക മാ ഫഅലൂ. ഇനി അല്ലാഹു മുസ്ലിം സമുദായത്തോട് പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, താങ്കളുടെ രക്ഷിതാവ് വിചാരിച്ചിരുന്നെങ്കിൽ ഇവരാരും ഇത് ചെയ്യുകയില്ലായിരുന്നു. പടച്ചവൻ ഇവരുടെ കൊങ്ങയ്ക്കൊരു പ്രസ് കൊടുത്തിരുന്നുവെങ്കിൽ ഒരുത്തന്റെ തൊണ്ടയിൽ നിന്നും ഇത് വരികയില്ലായിരുന്നു. ഇതിന് വ്യക്തമായ അർത്ഥം അള്ളാഹു ഇവരെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഫദർഹും വമാ യഫ്തറൂൻ. അതുകൊണ്ട് അവരെയും അവർ പടച്ചുണ്ടാക്കുന്ന അപവാദങ്ങളെയും വിട്ടേക്കുക. മുസ്ലിം സമുദായമേ, നിങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. നിങ്ങൾ ചുമ്മാതെ പത്രം വായിച്ച് ബഹളമുണ്ടായിക്കൊണ്ട് നടക്കേണ്ടവരല്ല. പിന്നെ എന്ത് ചെയ്യണം? അത് വേറെ ആയത്തിൽ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് പറയും. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂറത്ത് റഅദിൽ അല്ലാഹു പറയുന്നു, വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഅംലൈതു ലില്ലദീന കഫറൂ ثم അഖദ്തുഹും ഫകൈഫ കാന ഇഖാബ്. അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പുള്ള നബിമാരും പ്രവാചകന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം മകൻ പരിഹസിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിനെ 950 വർഷം ഭാര്യ സഹിതമുള്ള സമുദായം പരിഹസിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, സമുദായത്തിന്റെ വിമോചകനെ, സമുദായം പരിഹസിച്ചു. നോക്കിൻ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് കോടതിയുടെ മറുഭാഗത്ത് ഒരു പാപവും ചെയ്യാത്ത മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീവ്രവാദിയും ഭീകരവാദിയുമായി ചിത്രീകരിക്കപ്പെട്ട് നിർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി വ്യാജനാണ്, കള്ളനാണ്, മറ്റേതാണ്, മറിച്ചതാണ്. ഇത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ കാര്യമൊന്നുമല്ല. താങ്കൾക്ക് മുമ്പുള്ള നബിമാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലില്ലദീന കഫറൂ. നാം നിഷേധികൾക്ക് കുറെ ഇളവ് നൽകി. ന്യൂഡൽഹിയിലിരിക്കുന്നവർ, പടച്ചവൻ പത്രത്തിന്റെയും അതുപോലെ പ്രഭാഷണത്തിന്റെയും കരുത്ത് കൊടുത്തവർ, അന്താരാഷ്ട്ര രാഷ്ട്രീയ മേഖലയിൽ തിളങ്ങുന്നവർ, നാം അവർക്ക് കുറെ ഇളവ് കൊടുത്ത് കളിക്കട്ടെ, കുറച്ച് കളിക്കട്ടെ. മീനിനെ പിടിക്കാൻ വേണ്ടി വന്നു, ചൂണ്ടക്കാരൻ കുറെ ഇളവ് നൽകി വിടുന്നത് പോലെ. ശേഷം പിടിക്കേണ്ട സമയത്ത് നാം അവരെ പിടിക്കുകയുണ്ടായി. ഫകൈഫ കാന ഇഖാബ്. നിങ്ങൾ ചരിത്രം വായിച്ചിട്ട് പറയിൻ, എന്റെ ശിക്ഷ എങ്ങനെയുണ്ടായിരുന്നു. കൃത്യസമയത്ത് അവരെ പിടിക്കുകയുണ്ടായി. ഈ സമയത്ത് നമുക്കൊരു ചിന്ത വരും, നമ്മളെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാൻ പാടില്ലാത്ത ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ചും ഇവരുടെ ലക്ഷ്യം എന്താണ്? മുസ്ലിംകളെ ചൂടന്മാരായി ചിത്രീകരിക്കലാണ് ഇവരുടെ ലക്ഷ്യം.
ഈ സമയത്ത് നമ്മൾ ചൂട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് ഇവർ വിനിയോഗിക്കും. ശരിയായി വിനിയോഗിച്ച് നിന്ദിക്കുകയും കൂടുതൽ നിസ്സാരപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും കാര്യം മനസ്സിലാക്കണം. സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ 3 കാഴ്ചപ്പാടുണ്ട്. 1, ഒന്നും ചെയ്യാതിരിക്കൽ, ഇത് ആത്മഹത്യാപരം. 2, തോന്നുന്നത് എന്തെങ്കിലും ചെയ്യൽ, ഇതും ആത്മഹത്യാപരം. എനിക്ക് തോന്നുന്നു, ഞാൻ കുറെ അഭ്യാസങ്ങൾ കാണിക്കാൻ പോവുകയാണ്, ഇതും ആത്മഹത്യാപരം. 3, പടച്ചവൻ കൽപ്പിച്ചിട്ടുള്ള, പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള ആ കാര്യം ചെയ്യൽ, ഇത് നമ്മൾ ചെയ്തിരിക്കണം. അതെന്താണത്? وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. അല്ലയോ പ്രവാചകരെ, നാം നിഷേധികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ ചിലത് താങ്കൾക്ക് കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ താങ്കൾക്ക് കാണിച്ചു തരുന്നതിന് മുമ്പായി താങ്കൾ നാം മരിപ്പിച്ചാൽ, 2 കൊണ്ടും യാതൊരു കുഴപ്പവുമില്ല. ഫഇന്നമാ അലൈക്കൽ ബലാഗ്, താങ്കളുടെ ബാധ്യത പ്രബോധനമാണ്. വഅലൈനൽ ഹിസാബ്, താങ്കളെയും അവരെയും വിചാരണ ചെയ്യേണ്ട ബാധ്യത നമ്മുടെ മേലാണ്. ആകയാൽ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ പടച്ചവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. വിനീതൻ സൂറത്തുൽ കഹ്ഫാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു സഹോദരൻ ബന്ധപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വളരെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ട് തന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണം പറ മുസ്ലിയാരെ. ഇത്തരം മുഴുവൻ കാര്യങ്ങൾക്ക് മറുപടിയായി പറയുകയാണ്, ഒന്നും ചെയ്യാതിരിക്കാനും പാടില്ല, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യാനും പാടില്ല. അള്ളാഹു കൽപ്പിച്ച ഈ ആരോപണം പറയപ്പെട്ട പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യണം. അതെന്താണ്? 3 കാര്യങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ. 1, ഈ ആരോപണങ്ങൾ പറയുന്നവർക്ക് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ നിജസ്ഥിതി വ്യക്തമാക്കി മറുപടി പറയണം. ബഹളവും ഒച്ചപ്പാടും വെല്ലുവിളിയും ബഹളവും ഒന്നുമല്ല, നിജസ്ഥിതി വ്യക്തമാക്കി അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ അതിനെ വ്യക്തമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അൽഹംദുലില്ലാഹ്, പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം സഹോദരങ്ങൾ ഈ വഴിയിൽ പരിശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ എം അക്ബർ സാഹിബ് വളരെ ഉന്നത സേവനമാണ് ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിനെ പോലെ വിവിധ സംഘടനകളുടെ പണ്ഡിതന്മാർ, അവർ വലിയ ഉയർന്ന സേവനം ചെയ്യുന്നു, വിലമതിക്കേണ്ടതാണ്. സംഘടനാപരമായിട്ടുള്ള സങ്കുചിതത്വങ്ങൾ മാറ്റിവെച്ച് ഈ സേവനം ചെയ്യുന്നവരുടെ പിന്നിൽ നമ്മൾ അണിനിരക്കണം. അവർ മറുപടി പറയുന്നുണ്ട്. കാര്യത്തിന് നിജസ്ഥിതി എന്താണ്, ആ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വളരെ ശ്രദ്ധിക്കാൻ, ഇത് ഒന്നിന്റെ തന്നെ ബാക്കിയാണ്. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾക്കെതിരായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ രാജ്യത്തിന്റെ നിയമം, ഇസ്ലാമിക നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൽ, ഇതാണ് പ്രബോധകന്മാർ ചെയ്യുന്നത്, നമുക്ക് ചെയ്യേണ്ട കാര്യം. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ചുള്ള മുഴുവൻ ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായ മറുപടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞു. ഇന്നത്തെ ആരോപണങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ സാഹചര്യത്തിൽ നൽകപ്പെട്ട് കഴിഞ്ഞു. സമുദായത്തിന് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് മുഴുവൻ ആരോപണങ്ങൾ. 1921 ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞു, അമുസ്ലിമീങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പ്രവാചകനെ പറ്റിയുള്ള നിന്ദിക്കലുകൾ വ്യക്തമായ മറുപടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞു. നമ്മളുടെ ബാധ്യതയാണ് നമ്മളത് കേൾക്കണം, നമ്മളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. രണ്ടാമത്തെ വലിയൊരു ബാധ്യത,
നമ്മൾ ഇഷ്ടപ്പെടാത്ത ബാധ്യതയാണ്. فإنما عليك البلاء. നമ്മൾ ക്രിയാത്മകമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. മറുപടി പറഞ്ഞുകൊണ്ടല്ല ജീവിതം തീർക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ അവർക്ക് എത്തിച്ചു കൊടുക്കൽ, മുസ്ലിം അമുസ്ലിം ഹൈന്ദവർ എത്തിച്ചു കൊടുക്കൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എത്തിച്ചു കൊടുക്കൽ. നമ്മൾ എന്ന് വരെയും ഈ പ്രതിരോധത്തിന്റെ ഒരവസ്ഥയിൽ മാത്രം കഴിയും സഹോദരങ്ങളെ. ആ പ്രതിരോധം മുമ്പുള്ള മഹാന്മാർ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുള്ളാഹി കീരാനബി, ഡോക്ടർ അഹമ്മദ് ദീദാത്ത്, ഇന്നും മാഷാ അല്ലാഹ് ധാരാളം പേര് ചെയ്യുന്നു. എന്നുവരെയും ഈ പ്രതിരോധം ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ മുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി അവർക്ക് പരിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കും. നമ്മളിൽ എത്ര പേര് നമ്മുടെ അയൽവാസികൾക്ക് ഖുർആൻ ഇന്നുവരെയും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയ ജീവനം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വാടഞ്ഞു പോകും, ഒന്നും അവർക്ക് മറുപടി പോലും കാണുകയില്ല. ബസ്സിലിരിക്കുന്നു, വിനീതൻ ഖുർആൻ ശരീഫ് ഓതുകയാണ്. ഒരു ഹൈന്ദവ സഹോദരൻ ചോദിച്ചു, ഇതെന്താ ഇത്? ഞാൻ പറഞ്ഞു, ഖുർആൻ, ഒന്ന് തരാമോ? അപാര സൗന്ദര്യം അനുഭവപ്പെടുന്നു. അദ്ദേഹം മേടിച്ച് തലയുടെ മുകളിൽ വെക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഒരു കളിയും നടക്കുകയില്ല. കളിക്കുന്നവർ കളിക്കുക മാത്രം. അണികളെ പിടിച്ചു നിർത്താൻ നടക്കുന്ന കളികളായത്. അമേരിക്കയിൽ 100 കണക്കിന് ആളുകൾ ഇസ്ലാമിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഫ്രാൻസിൽ വന്നുകൊണ്ടിരിക്കുന്നു, ബ്രിട്ടനിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ രാജ്യത്തും ധാരാളം ആളുകൾ തീയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളെ പിടിച്ചു നിർത്താനുള്ള ഒരുതരം അഭ്യാസമാണ് ഈ ലൗ ജിഹാദും കൗജിഹാദും മറ്റേ ജിഹാദുമെല്ലാം. വേറെ ഒന്നുമില്ല. ഒന്ന് പിടിച്ചു നിർത്തണം ഈ സമുദായത്തിലേക്കുള്ള ഒഴുക്കിനെ. സഹോദരങ്ങളെ, നമ്മൾ പ്രബോധകന്മാരാകിൻ. ഒന്നാം തരം കച്ചവടക്കാരനാകിൻ. ദീനിന്റെ പ്രബോധനങ്ങൾ നടത്തി. നാണമില്ലേ നമുക്ക്? ക്രൈസ്തവരെ കണ്ട് പഠിക്കാൻ നോക്കി. അടുത്തവരുടെ ആശുപത്രിയിൽ പോയി. അവിടെ പുസ്തകങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്നു. ആശുപത്രിയിൽ മലയാള മനോരമ, ദീപിക, അവരുടെ ഒരൊറ്റ പത്രം പോലുമില്ല. മുഴുവൻ ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ, പത്രങ്ങൾ പോലുമില്ല. ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ മുറിയുടെ മുമ്പിൽ ഒരു ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ 15 പേജ് അവിടെ നിന്നുകൊണ്ട് വായിച്ചു. ബൈബിൾ 15 പേജ്. അള്ളാഹു ആശുപത്രി തന്ന സഹോദരങ്ങളെ, കടന്ന സഹോദരങ്ങളെ, അള്ളാഹു ലോഡ്ജ് തന്ന സഹോദരങ്ങളെ, നിങ്ങളെ കടയിൽ വന്നു കഴിഞ്ഞാൽ ഏതല്ലാനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്? ഏത് പ്രവാചകനെ പരിചയപ്പെടുത്തുന്നത്? 15 പേജ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നു ബൈബിൾ. സത്യം പറയുന്നു, ചർച്ചിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളിൽ ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഒഴിച്ച് മാനവികതയുടെ വാക്കുകൾ എന്റെ മനസ്സിന് സത്യം പറഞ്ഞാൽ വലിയ ആഹ്ലാദമുണ്ടാക്കാറുണ്ട്. കരുണ കാണിക്കുന്നവരോട് കരുണ കാണിക്കപ്പെടും. കാരുണ്യവാന്മാർ സൗഭാഗ്യവാന്മാർ. സഹോദരങ്ങളെ, നമ്മൾ മര്യാദയ്ക്ക് പ്രബോധകന്മാരാകില്ല. അള്ളാഹു മൊബൈൽ തന്നു, വാട്സപ്പ് തന്നു. നമ്മൾ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം എത്ര പേർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്? അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, വെറും നുണ, അതുപോലെ തന്നെ അസൂയ, പക, ഇതെല്ലാം നമ്മൾ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പ്രബോധനം ചെയ്യലാണ്. ഫഇന്നമാ അലൈകൽ ബലാഗ്. നാളെ ചോദിക്കുകയില്ല മുഹമ്മദ് മുസ്തഫ എത്ര അമുസ്ലിമീങ്ങളെ ഇസ്ലാമിലോട്ട് കൊണ്ടുവന്നുവെന്ന്. പക്ഷേ പ്രവാചകരെ ചോദിക്കപ്പെടും, എത്ര അമുസ്ലിമീങ്ങൾക്ക് ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തുവെന്ന്. അല്ലയോ മീൻ കച്ചവടക്കാരെ, ഡോക്ടർമാരെ, വിദ്യാർത്ഥികളെ, വീട്ടുകാരികളെ, എത്ര പേരെ നിങ്ങൾ മുസ്ലിമാക്കി എന്നാണ് ചോദ്യമുണ്ടാകുന്നതല്ല. എത്ര പേർക്ക് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിച്ചു എന്ന് ചോദ്യമുണ്ടാകും. മൂന്നാമത്തെ കാര്യം, അത് ഇതിനേക്കാളും കടുപ്പം, ഇതിനേക്കാളെല്ലാം കടുപ്പം പറയുന്ന എന്റെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന വിഷയം, നമ്മൾ മാതൃകാ ജീവിതം കാണിച്ചു കൊടുക്കൽ. പരസ്പരം സ്നേഹത്തിനും സാഹോദര്യത്തിനും വർത്തിക്കൽ.
ഞാൻ എന്റെ ഹിന്ദു സഹോദരൻ അയൽവാസിയോട് വളരെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനുമാണ് ഞാൻ പെരുമാറുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് രാഷ്ട്രീയക്കാര് വന്ന് എന്റെ ഉപ്പുപ്പായുടെ ഉപ്പുപ്പ 1921 അദ്ദേഹത്തിന്റെ ഉപ്പുപ്പായെ കൊന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ എന്റെ സഹോദരൻ അവരുടെ പെണ്ണുങ്ങളെയും എടുത്തുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ വിശ്വസിക്കുകയില്ല. പക്ഷേ എന്റെ പെരുമാറ്റം അയൽവാസിയായ ഹിന്ദുവിനോട് മോശമായിട്ടാണ്. ഞാൻ അവരെ എപ്പോഴും ശപിക്കലാണ് ജോലി. ഞാൻ കടകളെ എപ്പോഴും അത് മീമിന്റെ കട, ഇത് കാഫിന്റെ കട എന്നെല്ലാം പറഞ്ഞ് വർഗീയത വളർത്തലാണ് ജോലി. എനിക്കിവിടെയുള്ള ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും വല്ലാത്ത പകയാണ്, വിരോധമാണ്, വിദ്വേഷമാണ്, വെറും ശത്രുതയാണ്. സഹോദരങ്ങളെ, അവരുടെ മനസ്സിൽ ആരും വിഷം ഇട്ടുകൊടുത്തില്ലെങ്കിലും എന്റെ ജീവിതം അവരുടെ മനസ്സിൽ വിഷം ഇട്ടുകൊടുക്കും. ശരിക്കും മനസ്സിലാക്കണം, ഈ രാജ്യത്ത് മുസ്ലിമീങ്ങളോട് കടുത്ത ശത്രുത കാണിച്ച ഒരു സ്വാമി അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തീവ്രവാദം ആരോപിച്ച് വേറെയും കുറെ മുസ്ലിം ചെറുപ്പക്കാരെയും അടയ്ക്കപ്പെട്ടു. ആ മുസ്ലിം ചെറുപ്പക്കാരാണ് ഈ സ്വാമിക്ക് രാവിലെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത്, അദ്ദേഹത്തിന് കൈയും കാലും തടകി കൊടുക്കുന്നത്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ പറ്റി ഞാൻ വിചാരിച്ചത് തെറ്റായിപ്പോയി എന്ന്. സഹോദരങ്ങളെ, മൂന്നാമത്തെ വലിയ വിഷയം, എനിക്ക് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മൾ ഒരു മുഹമ്മദി സ്വഭാവത്തിലേക്ക് വരലാണ്, ഔലിയാക്കളുടെ സ്വഭാവത്തിലേക്ക് വരലാണ്. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാക്കലാണ്, ജനങ്ങളോട് സാഹോദര്യത്തിനും സ്നേഹത്തിനും വർത്തിക്കലാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുമോ ഇൻഷാ അല്ലാഹ് ആകാശം ഇടിഞ്ഞു വീണാലും ഇസ്ലാമിക സമൂഹം ഇവിടെ നിലനിൽക്കും. അസത്യത്തിന്റെ മുഴുവൻ മാറാമ്പലുകളും തുടച്ചു നീക്കപ്പെടും. ഈ 3 കാര്യം ഇവിടെ ഇല്ല. വേറെ എന്ത് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇവിടെ എന്റെയും നിങ്ങളുടെയും ഭാവി വളരെ ദുരിതപൂർണമാണ്, അപകടത്തിലാണ്, അങ്ങേയറ്റം പ്രശ്ന സങ്കീർണമാണെന്ന് ഓരോരുത്തരും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് സഹോദരങ്ങളെ, 3 ആയത്തുകൾ എന്നോട് ഈ ചോദ്യം ചോദിച്ച സഹോദരനും നിങ്ങൾക്കെല്ലാവർക്കും അമാനത്തായി സമർപ്പിക്കുകയാണ്. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا شَيَاطِينَ الْإِنسِ وَالْجِنِّ. എല്ലാ നബിമാർക്കും മനുഷ്യരിൽ നിന്നും ഭൂതങ്ങളിൽ നിന്നും കുറെ പിശാചുക്കളെ നാം ശത്രുക്കളായി നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. സുഹ്റുഫൽ ഖൗലി ഗുറൂറാ, അവർ നല്ല അലങ്കാര വാക്കുകളൊക്കെ പറയും. സബ്കെ സാത്ത്, സബ്കെ വികാസ്, സബ്കെ വിശ്വാസ്. എന്തൊരു പ്രസംഗമാ അവിടെ ചോനെ. നമുക്കാർക്കും പ്രസംഗത്തിലൂടെ ഇവരെ തോപ്പിക്കാൻ പറ്റുകയില്ല. കാരണം അത്ര വലിയ പൈശാചിക പിൻബലമാണുള്ളത്. നമ്മൾ ചിലർ പറയാറുണ്ട്, മറ്റേ ടി വിയുടെ ഡിബേറ്റിൽ അവരുടെ ഡിബേറ്റാണ് ഭയങ്കരം. മുസ്ലിയാർക്കൊന്നും അറിയില്ല. മുസ്ലിയാർക്കല്ല, ഈ സമുദായത്തിൽ ആർക്കും അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. കാരണം അലങ്കാര വാക്കുകൾ, വഞ്ചനാപരമായ വാക്കുകൾ. നമ്മൾ പാവപ്പെട്ടവർക്ക് ഉള്ളതുപോലെ പറയാൻ അറിയാവുള്ളൂ, പറയാനും പാടുള്ളൂ. വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ. പടച്ചവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവർ ഈ തമ്മാടിത്തരമൊന്നും കാണിക്കുകയില്ലായിരുന്നു. പടച്ചവൻ വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവരെയും അവരുടെ അക്രമങ്ങളെയും അവരുടെ അപരാധങ്ങളെയും വഴിക്ക് വിട്ടേര്. 2-ാമത്തെ ആയത്ത്, വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക്. താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലില്ലദീന കഫറു. നിഷേധികൾക്ക് കുറെ ഇളവ് കൊടുത്തു. ഫഅഖദ്തുഹും. നന്നായിട്ട് കുരുങ്ങിയപ്പോൾ മുകളിലോട്ട് വലിച്ചു. ഫകൈഫ കാന ഇഖാബ്. എന്റെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? 3, വഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഇദുഹും. നാം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ചില കാര്യങ്ങൾ താങ്കൾക്ക് കാണിച്ചു തന്നാൽ, ഔ നതവഫയന്നക, അല്ലെങ്കിൽ അതിനു മുമ്പായി താങ്കളെ നാം മരിപ്പിച്ചാൽ, ഫഇന്നമാ അലൈകൽ ബലാഗ്. താങ്കളുടെ ദൗത്യം പ്രബോധനമാണ്. വഅലൈനൽ ഹിസാബ്. നമ്മുടെ കടമ വിചാരണയുമാണ്. 3 കാര്യങ്ങൾ സമുദായമേ നാം ചെയ്യണം. 1, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്
ഈ അപരാധ അപവാദങ്ങൾക്ക് മറുപടി പറയണം. അൽഹംദുലില്ലാ പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് പിന്തുണ കൊടുക്കും. അള്ളാഹുവിനെ ഓർത്തിവിടെ സംഘടനയുടെ കാര്യം കൊണ്ടുവരാതിരിക്കും. എം എം അക്ബർ മുജാഹിദാണെന്ന് നമ്മൾ പറയാതിരിക്കും. മുജാഹിദ് സഹോദരങ്ങളെ, നിങ്ങൾ അദ്ദേഹം മുജാഹിദാണ്, നമ്മുടെ ആളാണ്, നിങ്ങൾ പറയാതിരിക്കും. അവർ സമുദായത്തിന്റെ സ്വത്താണ്. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമ്മൾ സംഘടനാ കളികൾക്ക് വേണ്ടി മുതലെടുക്കാതിരിക്കും. മറുപടി പറയുന്ന വേറെ ഒരു അഹ്സനിയുണ്ട്, ഉസ്താദ് അലിയാർ കാസിമിയുണ്ട്, ധാരാളം സഹോദരങ്ങളുണ്ട്. അവരാരും ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെ ആളുകളല്ല. അവർ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും മറുപടി പറയുന്നവർ. നമ്മളവരെ പിന്തുണയ്ക്കൽ, നമ്മൾ അവരുടെ കാര്യം പ്രചരിപ്പിക്കൽ. ഒന്ന്. രണ്ട്, നാം ഓരോരുത്തരും പ്രബോധകന്മാരാകുന്ന ഇടിച്ചു കയറിൽ ഖുർആൻ അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കിൻ, പ്രവാചക ചരിത്രം അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കിൻ, മസ്ജിദിലേക്ക് വിളിക്കിൻ. ഒരു ക്രിസ്ത്യാനിയുടെ ആശുപത്രിയിൽ 4 ദിവസം പോയി കടന്നു വരികയാണ്. അദ്ദേഹത്തോട് മസ്ജിദിനെ പറ്റി പറഞ്ഞു. ഈശ്വര, ഇതാണോ പള്ളി? ഞാൻ അദ്ദേഹത്തിന് ചാലപ്പള്ളി വരണം, ജുമഴയ്ക്ക് വരണം, കസേര ഇരിക്കണം. അന്യായമായ കസേര ഇരിക്കുന്നവരെ ഞാൻ എതിർക്കാറുണ്ട്. ഡോക്ടർ വന്നാൽ കസേര വിളിച്ചിരുത്തും. എന്റെ ഈശ്വര, ഇതാണോ? 5 ദിവസം കിടന്നിട്ട് വരുമോ സഹോദരങ്ങളെ? പള്ളിയെ പറ്റി പരിചയപ്പെടുത്തി. ഓ, ഇങ്ങനെയാണ് പള്ളിയെങ്കിൽ ലോകം മുഴുവനും പള്ളി വേണമല്ലോ. അദ്ദേഹത്തിന്റെ കാട് തടയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഖുർആനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂളായിട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. എത്തിച്ചു കൊടുക്കിൻ, അപകർഷതാബോധം മാറ്റിൻ, അന്തസ്സോടുകൂടി കൊടുക്കാൻ നോക്കിൻ. 3, എന്റെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ ദീനിനെ കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളോട് 2 വിഷയം പറയാൻ വിട്ടുപോയി. ഒന്ന്, നമ്മുടെ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് എല്ലാ വെള്ളിയാഴ്ചയും ജുമയുടെ ഖുതുബ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഇറക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. മസ്ജിദിന് മുമ്പിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇത് കിട്ടുന്ന ഫോൺ നമ്പറുണ്ട്. നിങ്ങൾ ഓരോ വിവിധ മസ്ജിദുകളുടെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ വാട്സപ്പ് വഴിയായിട്ട് എല്ലാ ആഴ്ചയും കിട്ടും. ഒന്ന് നമ്മൾ വലിയ ബോർഡിലെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ കടയുടെ മുമ്പിൽ ഒട്ടിക്കും, വീടിന് മുമ്പിൽ ഒട്ടിക്കും. ഞാൻ പൂന്തറയിൽ പോയി, വളരെ നല്ല കാഴ്ച. ഒരു വീടിന്റെ പുറത്ത് ഖുർആനായത്ത് എഴുതി ഒട്ടിച്ചിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കല്ലാട്ടുമുക്ക് ഭാഗം. അവിടെ നിന്നും എപ്പോഴും അടുത്ത കാലത്തായി ഓരോ ദുരന്ത വാർത്തകൾ കേൾക്കുന്നുണ്ട്. ദീനുമായി ബന്ധപ്പെട്ട സൽസ്വഭാവികളായ 2 കുട്ടികൾ സ്കൂട്ടർ യാത്ര ചെയ്ത് അപകടമുണ്ടായി മരണപ്പെട്ടു. അതിൻ്റെ ഒരു കുഴപ്പക്കാരെന്ന് വിചാരിക്കുന്ന സഹോദരൻ ആശുപത്രിയിൽ കിടക്കുകയുമാണ്. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വാഹനത്തിൽ നമ്മളെ മക്കളോട് നിരന്തരം ഉപദേശിക്കണം വേഗത കുറയ്ക്കാൻ. 2, ഭ്രാന്തന്മാർ വണ്ടി ഓടിക്കുന്ന സമയം കണ്ടെത്തി ആ സമയത്ത് റോഡ് അവർക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കും. നമ്മൾ ആ വഴിയിലേക്ക് വരാതിരിക്കും. അതിനും പ്രത്യേക ശ്രദ്ധ. ഒരു 8 മണി 9 മണിക്ക് ശേഷം നമ്മുടെ വഴികളിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രത്യേകം സൂക്ഷ്മത കാണിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആ സഹോദരങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർറാഹിമീനായ അള്ളാഹുവേ, ഞങ്ങൾ നീ കരുണ കാണിക്കണേ. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണേ. അള്ളാഹുവേ, എല്ലാവിധ അപകടങ്ങൾ, നാശങ്ങൾ, കുഴപ്പങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ. അള്ളാഹുവേ, യാ അള്ളാഹ്, ഞങ്ങൾക്ക് ഇന്ന് പറയപ്പെട്ട കാര്യം നല്ല നിലയിൽ മനസ്സിലാക്കാനും കൂടുതൽ നല്ല നിലയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും തൗഫീഖ് നൽകണേ. അള്ളാഹുവേ, യാ അള്ളാഹ്, ദീനിനെ പറ്റി, മുസ്ലിമീങ്ങളെ പറ്റി, ആദരവായ റസൂലിനെ പറ്റിയുള്ള ആരോപണങ്ങൾ പുതിയതല്ല, പഴയതാണ്. അതിനുള്ള മറുപടി 1, നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മറുപടി പറയലാണ്. 2, നമ്മൾ ശരിയായ നിലയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തലാണ്. നല്ല ഇസ്ലാമിക സ്വഭാവം ഉണ്ടാക്കിയെടുക്കലാണെന്ന് മനസ്സിലാക്കാൻ തൗഫീഖ് തരണേ. അള്ളാഹുവേ, തീപ്പൊരി പ്രസംഗങ്ങളും തീവ്രവാദങ്ങളും അതുപോലെ പകരത്തിന് പകരമെന്നുള്ള ശൈലികളിൽ നിന്നും ഞങ്ങൾക്ക് അകന്നു കഴിയാൻ തൗഫീഖ് താ. അള്ളാഹുവേ, യാ അള്ളാഹ്, ശരിയായ മാർഗം മനസ്സിലാക്കി തരണേ. അള്ളാഹുവേ, അതിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം തരണേ. അള്ളാഹുവേ, ഞങ്ങളത് യാത്രയിൽ നാട്ടിലുമെല്ലാം കാത്തുരക്ഷിക്കണേ. അള്ളാഹുവേ, പ്രത്യേകിച്ചും വാഹന അപകടങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ. അള്ളാഹുവേ, ഈ മരണപ്പെട്ടു പോയ മക്കൾക്ക് നീ പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ. അള്ളാഹുവേ, അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ. അള്ളാഹുവേ, പടച്ചവനെ, ലഹരിയുടെ കുഴപ്പങ്ങളിൽ നിന്നും
ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ, എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. യാ അല്ലാഹ്, നല്ല നിലയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് താ അള്ളാഹുവേ. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ തൗഫീഖ് താ അള്ളാഹുവേ. ഞങ്ങൾക്കെല്ലാം നീ ഖൈർ പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. ഷർറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.